ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഏകദേശം ഇപ്പോൾ സമയം എത്രയായി? ഇവിടെ കേട്ടോ 8:35. നോർമലി നമ്മൾ എണീക്കൽ 5:50 അല്ലെങ്കിൽ 6 മണിക്കൊക്കെയാണ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. ഇനി 2-3 ദിവസത്തിന് പക്ക ഫ്രീ. കാരണം എന്താ പറയുക, മാഡം ഇല്ല, മാഡത്തിൻ്റെ മോളും മാഡം പാട് ദുബായിക്ക് പോയിക്കാണ് 3 ആഴ്ചക്ക്. 3 ആഴ്ചക്കല്ല, 3 ദിവസത്തിന്. 3 ആണോ 4? അതായത് ഇപ്പം ഇന്നലെ പോയി, ഇനി ശനിയാഴ്ച വരുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം ഫ്രീ ആണ്. ഒരു കണക്കിന് മാഡം പോയാൽ ചടപ്പാണ്, കാരണം പണിയില്ലെങ്കിൽ ഭയങ്കര ചോറയാണ് ഇവിടെ ദിവസങ്ങൾ നീങ്ങാൻ. ഇപ്പോൾ രാവിലെ എണീച്ചു, ഇനിയിപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ എല്ലാ ദിവസവും ഹോട്ടലിൽ രാവിലെ ഭക്ഷണം കഴിക്കലില്ല, മിക്കവാറും റൂമിലുണ്ടാക്കലാണ്. ടൈം കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കൽ. അപ്പോൾ ഒന്ന് നമ്മുടെ ഷായർക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കിയിരിക്കണമെന്ന് ഷായർക്കാടുത്ത് ചോദിക്കാം. മൂപ്പര് നിങ്ങൾ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഷായർക്ക് ഭയങ്കര കുക്കിങ്ങിലാണ്. എന്താണ് ഷായർക്ക് നമ്മുടെ ഇന്ന് സ്പെഷ്യൽ? ഇന്ന് വെള്ളക്കടലാണ്. വെള്ളക്കടലയും കുബൂസും. എന്താണ് ഷായർക്ക് വെള്ളക്കടല അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുബൂസ് കൂട്ടിയിട്ട് ഒരു പിടുത്തല്ലേ നീ കട്ടന്റെ കൂടുതല്? കട്ടന നമ്മള് സാധാരണ പാൽ ചായ ഉണ്ടാക്കല്, പക്ഷെ പാല് തീർന്നിക്കണ്. ഒരാൾക്കുള്ള പാല് കഷ്ടിച്ചുള്ളൂ. ഇന്ന് കട്ടനും വെള്ളക്കടലയും കുബൂസും. പിന്നെ നമ്മുടെ റൂമൊക്കെ ആകെ അൽക്കുലത്തായി കിടക്കാണ്. കാരണം ഇപ്പൊ എണീച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ ഒന്ന് ഇവിടെ ഒക്കെ ഒന്ന് ഞങ്ങൾ ആദ്യം ഭക്ഷണം കഴിച്ചതിന് ശേഷം റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം എങ്ങനെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. വല്ലപ്പോഴാണ് ഇങ്ങനത്തെ ചാൻസ് കിട്ടുള്ളൂ പുറത്തേക്ക് ഇറങ്ങാനുള്ളത്. അപ്പോൾ നോക്കട്ടെ എന്താ ചെയ്യാന്ന്. ആദ്യം ഭക്ഷണം കഴിക്കട്ടെ, എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും കാണാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഞാൻ എന്ത് കാട്ടുമെന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് പണിക്കാർ വിളിച്ചിട്ട് കുബൂസ് വേണം, ഓയിൽ വേണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നീ എന്തായാലും നമ്മുടെ അൽമീര, ഇവിടെ സൂപ്പർ മാർക്കറ്റ്, ഇപ്പോഴത്തെ ഞങ്ങൾ സാധനം മേടിക്കാൻ പോണ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരാം, എവിടെയാണ് ഞങ്ങൾ മേടിക്കാൻ നോക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് വാം ചെയ്യുക. കാരണം എന്തായാലും തണുപ്പല്ലേ, വണ്ടി കഴുകാനായിക്കണ്. ഇനിയിപ്പോൾ ഒന്ന് നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ടിട്ട് വണ്ടി ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ എടുക്കട്ടെ. നമുക്ക് അപ്പത്തേക്കും പോയിട്ട് ഉള്ളിൽ എന്താ വേണ്ടതെന്നുള്ളത് ചോദിക്കാം, എന്തൊക്കെ വേണ്ടതെന്നുള്ളത്. ഇവിടെ ഇങ്ങനെ കണകൂടാന്നതിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ബൽദിൻ്റെ ആൾക്കാർ വരും. ബൽദി പറഞ്ഞാൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റീൻ്റെ ആൾക്കാർ വന്നിട്ട് ഇവിടെയൊക്കെ കണ്ടോ വൃത്തിയാക്കണേ. ഒരുപാട് വട്ടം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഫൈനൊക്കെ കിട്ടും കാര്യങ്ങൾക്ക്. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് വരുന്നത് നമ്മുടെ അവിടെ നിന്ന് അടുത്താണ്. അതായത് ജസ്റ്റ് ഒരു ഏരി കൂടി ഒരു 1-1.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളെപ്പോഴും വണ്ടിയിലാണ് പോക്ക്. കാരണം 1-1.5 കിലോമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വണ്ടിയിൽ പോകുമ്പോൾ ആകെ 2-3 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോകണമെങ്കിൽ ഒരുപാട് പോകാണ്ട്, നമുക്ക് എത്തൂല. സാധനങ്ങൾ ഏറ്റി പിടിച്ച് വരും വേണ്ടേ, നടക്കാൻ മടിയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ അതല്ല, സാധനങ്ങൾ ഉണ്ടാവും, അതിന് മാത്രം സാധനങ്ങൾ ഉണ്ടാവും. ഇവർക്ക് നമ്മൾ നാട്ടിൽ പോലെ 10 രൂപ 20 രൂപയ്ക്ക് വേണ്ടി സാധനങ്ങൾ എടുക്കില്ല. ഇന്നിപ്പോൾ ഇവിടെ ആരും ഇല്ല, ഇവിടെ ആകെ 2 ചെക്കന്മാരേ ഉള്ളൂ. അപ്പോൾ അവർക്കുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ മാത്രം മേടിക്കാനപ്പോൾ നമ്മൾ പോണത്. കുറച്ച് തൈര്, അതേപോലെ കുബൂസ്, പിന്നെ കുറച്ച് ചില്ലറ പച്ചക്കറികൾ പിന്നെ ഒന്നാളം മേടിക്കുക നല്ലത്. കാരണം വെറുതെ ഒരുപാട് മേടിച്ച് കേട് വരുത്തി കളിയാണ്. അപ്പം അങ്ങോട്ട് ഞാൻ എപ്പോഴും കുറച്ച് മേടിക്കാൻ പറഞ്ഞാൽ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫുർസിയ പള്ളീൻ്റെ അടുത്താണ് നമ്മുടെ അൽമീര ഉള്ളത്. ഇത് നമ്മൾ ഇന്നലെ നമ്മൾ സിഗ്നൽ നിൽക്കുമ്പോൾ കാണിച്ചുന്ന പള്ളിയാണ്. അതിൻ്റെ അടുത്താണ് നമ്മുടെ ഫുർസിയ പള്ളി വരുന്നത്. ആ സിഗ്നലിൻ്റെ അടുത്തുള്ള ഫുർസിയ പള്ളീൻ്റെ അടുത്താണ് നമ്മുടെ അൽമീര എന്ന സൂപ്പർ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം, എന്നിട്ട് നോക്കാം. അൽമീര വേണ്ട ചെറിയ സാധനമല്ല. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് KFC ഉണ്ട്, മക്ഡൊണാൾഡ്സ് ഉണ്ട്, ലോണ്ടറി ഉണ്ട്, ട്രാവൽസ് ഉണ്ട്, പിന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഇത് പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് വരുമ്പോൾ സൂപ്പർ മാർക്കറ്റ് മാത്രമല്ല, ഒരു ചെറിയ മിനി മാളാണ് ഇവിടെ ഈ അൽമീര പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് കോർട്ട്, ഇത് സബ്വേ അങ്ങനെ എല്ലാം ഉണ്ട്. മൊബൈൽ ഷോപ്പ്, പിന്നെ ഗെയിമർ സോണ്, കുറേ ഷോപ്പുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ ഫുഡ് കോർട്ട് കാര്യങ്ങൾ, ATM എല്ലാം ഉണ്ട് ഇവിടെ. അത് എക്സ്ചേഞ്ച്, കുട്ടികൾക്ക് കളിക്കാനുള്ളത്, അങ്ങനെ ഒരുപാട്. അപ്പോൾ നമുക്ക് ട്രോളി എടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഉള്ളിൽ ഭാഗം കാണിച്ചു തരാം.
അപ്പോൾ ഇപ്പോഴാണ് ഞാൻ അൽമീരയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നത് കാണിച്ചത്. അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളത് കണ്ടത്. അത് നമുക്ക് വോയിസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ കണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ. ഇത് ജസ്റ്റ് ഒരു ചെറിയ മിനി മാളാണ്. അതിനുള്ളിൽ നമുക്ക് അത്യാവശ്യം എല്ലാ സൗകര്യത്തിനുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മളിത് ആ ട്രോളി തള്ളിയിട്ട് ഇനി പോവുകയാണ്. നമ്മുടെ വണ്ടിയിലോട്ട് സാധനങ്ങൾ വെക്കുക, എന്നിട്ട് റൂമിൽ പോവാം. ഈ റൂമിൽ പോയിട്ട് നോക്കാം എന്താ ചെയ്യാൻ പറ്റാമെന്ന്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എവിടെയും പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകുമെന്നുള്ളതും ഒരു ഐഡിയ ആയിട്ടില്ല ഇതുവരെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങനെ ചില്ലറ പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ തീർത്തു. അതായത് സാധനങ്ങൾ എടുത്തു കൊടുത്തു, ലോണ്ടറി എടുത്തു കൊടുത്തു, അതേപോലെ കച്ചറ കളഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടികൾ. ഹൗസ് ഡ്രൈവർ പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ആ പരിപാടി മാത്രമല്ല നമ്മളെല്ലാ പരിപാടിയും ചെയ്യേണ്ടി, കാണിച്ച പരിപാടിയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഒന്ന് ഇവിടെ നിർത്താം. എന്തായാലും ഇപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അടുത്ത വ്ളോഗിൽ അറിയിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളി, കുഴപ്പമില്ല. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസുമായി സ്റ്റേ ട്യൂൺ ആൻഡ് ഗുഡ് ബൈ.